ഹായ് നമസ്കാരം, ഞാൻ സൈന്ധവിയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ എനിക്ക് സുഖം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ പറയുക, കുറേ ദിവസമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് ഈ ഒരു 1 വീക്കായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മൊത്തവും നമ്മുടെ ബി ബി ഹൗസിലെ വിശേഷങ്ങളാണ്. അതായത് നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളോ ഒന്നും ഞാൻ നിങ്ങളോടൊപ്പം ഷെയർ ചെയ്യാറില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ബി ബി ഹൗസിലെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വഴിയാവും ഈ 24/7 കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ എപ്പോഴും കാണാറുണ്ട്, ഓരോ പുള്ളിക്കാരി വന്നിട്ട് എപ്പോഴും എൻ്റെ സ്കിൻ റൊട്ടീൻ, നൈറ്റ് സ്കിൻ റൊട്ടീൻ ഒന്ന് പറഞ്ഞു താ ചേച്ചി എന്ന് പലപ്പോഴായിട്ട് പുള്ളിക്കാരി എന്നോട് ഒന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പം ചെയ്യാം, നാളെ ചെയ്യാം, അങ്ങനെ പല പല ദിവസങ്ങളിനെ മാറ്റിക്കൊണ്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ആ വീഡിയോ അങ്ങ് ചെയ്തേക്കാം. കാരണം വേറെ ഒന്നും കൂടെ, കുറച്ച് സാധനങ്ങൾ വെച്ച് മാത്രം നമ്മുടെ വീട്ടിൽ നമുക്ക് തുച്ഛമായ പൈസയ്ക്ക് വലിയ എമൗണ്ട് ഒന്നും കൊടുത്ത് മേടിക്കാൻ പറ്റാത്തൊരു തുച്ഛമായ പൈസയ്ക്ക് മേടിച്ച് സാധനങ്ങൾ നമുക്കൊരു കുറേ നാൾ ഇങ്ങനെ സ്ഥിരം യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ ഗുണം മനസ്സിലാകും. കാരണം നമ്മളിത് യൂസ് ചെയ്യണ 1-2 ദിവസത്തിനുള്ളിൽ ഒരിക്കലും സ്കിന്ന് നല്ലതാവും ഞാൻ പറയില്ല. ഞാൻ മാക്സിമം ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് മാക്സിമം 2 മാസം 3 മാസത്തിൽ മേലെ ഞാൻ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം എൻ്റെ ഇപ്പോഴത്തെ സ്കിന്നും നിങ്ങൾക്ക് ഇതിന് മുമ്പൊരു ഞാൻ ഒരു 2-3-4 മാസത്തിന് മുമ്പുള്ള ഒരു വീഡിയോ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എൻ്റെ സ്കിൻ എത്രത്തോളം ഡാമേജ് ആയിരുന്നു എന്ന്. പക്ഷേ ഞാൻ ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് പല പല ഡോക്ടർമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് വെയിലൊക്കെ അടിച്ച് അപ്പം ടാൻ അടിക്കും. അപ്പോൾ ആ ഒരു പ്രശ്നം വെച്ചാൽ പല പല ഡോക്ടർമാരെ കാണുകയും അങ്ങനെ കുറേ പൈസയൊക്കെ എൻ്റെ അങ്ങനെ പോയതാണ് കേട്ടോ. അങ്ങനെ എൻ്റെ ബ്രദർ പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അന്ന് കാണിച്ചത് ആ ക്രീം ഇത്ര യൂസ് ചെയ്യുന്നത്. അതെല്ലാം എനിക്ക് ശരിക്കും ഭയങ്കര എഫക്റ്റ് തന്ന സാധനങ്ങളാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഒരു സാധനമാണ് ഞാൻ ഡെയിലി, അന്നേരം എൻ്റെ ഒരു സിസ്റ്ററിനെ പറഞ്ഞിട്ടായി നൈറ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം, അപ്പോൾ നിനക്ക് അറിയാൻ പറ്റും. കാരണം ഞാൻ വേറെയുള്ള സാധനങ്ങളെല്ലാം യൂസ് ചെയ്ത് മുഖത്ത് ഒരുമാതിരി പണ്ടാരം പോലെ ഇരുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം എൻ്റെ ഫേസ് എത്രത്തോളം ക്ലീൻ ആണെന്ന്. ഇതൊരു മേക്കപ്പും ഇല്ല. ഞാൻ ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യും, ആ സത്യം തന്നെ. ഇപ്പോൾ ഫേസിലൊരു സിറം പോലും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. മുഖം വാഷ് ചെയ്ത് വന്ന് ലിപ്സ്റ്റിക്ക് ജസ്റ്റ് ഇട്ടിട്ടൊന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് കണ്ണാടി എടുത്താലേ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ ലൈനൊക്കെ വരും, അത് നമ്മൾ പ്രായം വരുമല്ലോ, അതനുസരിച്ച് വരും. നമ്മൾ 10-18 വയസ്സുള്ള കുട്ടികളൊന്നും അല്ലല്ലോ, ഇപ്പോൾ ഒരു യുവതി, ഒരു സ്ത്രീയാണ്. അന്നേരം ആ ഒരു ലൈനൊക്കെ പൊതുവെ വരും, ഫേസിൽ സ്ത്രീകൾക്ക് വരും. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നോക്ക്. പിന്നെ ഇവിടെയൊക്കെ ഒരിത്തിരി ഹെയർ ഉണ്ട്, പക്ഷേ എനിക്ക് ആ ഹെയറൊന്നും അങ്ങനെ റിമൂവ് ചെയ്ത് കളയില്ല. കളയാത്തല്ല, പിന്നെ അത് ശക്തിയായിട്ട് പിന്നെയും വളരും. പിന്നെ ഇതെല്ലാം നമ്മൾ എപ്പോഴും എടുത്തുകൊണ്ടേ ഇരിക്കണം. അതങ്ങനെ തന്നെ അങ്ങ് ഉപേക്ഷിച്ചുള്ള സത്യം പറയാമല്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഫേസ്. അങ്ങും ഇനി വല്ല ഒരു ചെറുതായിട്ടുള്ളതല്ല, പണ്ടത്തെ അത്രയും ഒരു ഡാമേജ് ഫേസ് അല്ല എൻ്റെത്. അപ്പോൾ ഇത് വെച്ചാലും മറ്റേ പ്രോഡക്റ്റ് സാധനങ്ങൾ കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് ഇത് വെക്കണം, കണ്ണ് കാണാൻ പറ്റത്തില്ല. ഇപ്പോഴാണ് വ്യക്തമായത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഇന്ന് ആ പ്രോഡക്റ്റും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ്. അത് നമുക്ക് മേടിച്ച് ഡെയിലി നമ്മുടെ വീട്ടിൽ വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതിൻ്റെ കൊറിയൻ ക്ലാസ് സ്കിന്നൊക്കെ പറയുമല്ലോ, അതൊന്നും എനിക്ക് പറയാറിയില്ല. ഞാൻ പക്ഷേ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് എൻ്റെ ഫേസ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നിസ്സാര സാധനങ്ങളേ ഉള്ളൂ, ഒന്നും വലിയ എക്സ്പെൻസായ സാധനങ്ങളൊന്നുമല്ല. അതിന് വേണ്ടതെന്ന് വെച്ചാൽ ഞാനിത് അലോവേര ജെല്ല് മേടിച്ചിട്ടുണ്ട്, അതുപോലെ ഗ്ലിസറിൻ, പിന്നെ നമ്മുടെ റോസ് വാട്ടർ, പിന്നെ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അത് നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ചാൽ ഇതാണ് നമുക്ക് ഇതിൻ്റെ പ്രധാനമായിട്ട് വേണ്ട സാധനം, വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. അത് ശരിക്കും ഫേസ് ഭയങ്കര സ്മൂത്താക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഇത്രയും പ്രോഡക്റ്റ് മതി. പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു കുപ്പി നമ്മുടെ വീട്ടിൽ ഇതിൽ ഞാൻ നിറച്ച് വെച്ചിരുന്നു. സിസ്റ്റർ എനിക്ക് ചെയ്ത് നിറച്ച് തന്നു വിട്ടതാണ്. അതിപ്പോഴാണ് എൻ്റെ കാലിയായത്. അന്നേരം ഇത് ചെയ്തില്ലെങ്കിൽ എനിക്കിനി അത് പിന്നെ യൂസ് ചെയ്യണമെങ്കിൽ ഈ സാധനം വേണം, നൈറ്റ് ഇത് വേണം. അന്നേരം ആ ഒരു ഡപ്പയിൽ തന്നെയാണ് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് ഏതൊരു ഗ്ലാസിൻ്റെ ചെറിയ ഡപ്പ എടുത്താലും മതി. ഈ ഗ്ലാസിൻ്റെ തന്നെ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് എടുക്കാൻ പോകുന്നത്, ഞാൻ ഫസ്റ്റ് എടുക്കാൻ പോകുന്ന അലോവേര ജെല്ലാണ് കേട്ടോ. അലോവേര ജെല്ലൊക്കെ ഏത് കമ്പനിയുടെ ആയാലും മതി, പക്ഷേ പച്ച കളർ മേടിക്കരുത്, വൈറ്റ് തന്നെ മേടിക്കണം കേട്ടോ. അന്നേരം നമ്മളുടെ ഈ ഒരു സ്പൂണിന് ഒരു 3-4 സ്പൂണ് അലോവേര ജെല്ല് ഇതിനകത്തോട്ട് ഇടുക, ആ കുപ്പിയിലോട്ട് ഇടുക. ഒരു മിനിറ്റ്, ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ വലിയ വലിയ എക്സ്പെൻസ് കൊടുത്ത് സാധനങ്ങൾ മേടിക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് നല്ലതാവും. കാരണം ഇതൊക്കെ നാച്ചുറലാണ്, അന്നേരം നമ്മൾ തന്നെ ചെയ്യുന്ന കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ശരിക്കും ഞാൻ സത്യം തന്നെ പറഞ്ഞു കേട്ടോ. ഒരു 3-4 മാസത്തിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഫേസ് കാണുമായിരുന്നു, നിങ്ങൾക്കത് മനസ്സിലാവും. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂൺ എടുത്തിട്ടുണ്ട്. കാരണം ഇത് എനിക്കിങ്ങനെ വെച്ചിരുന്ന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ഇതിന് 3-5 സ്പൂൺ ഞാൻ എടുത്തു. അതെ, കാണാൻ പറ്റും. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ചേക്കാം. കാരണം നമുക്ക് ഒരു അലോവേര ജെല്ല് മേടിച്ച് നമുക്കറിയാം നമുക്ക് എത്ര നാൾ യൂസ് ചെയ്യാം, നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന, വലിയ എമൗണ്ട് ഒന്നുമില്ല, നമ്മുടെ ബഡ്ജറ്റിന് പറ്റുന്ന. എന്നിട്ട് അതിലേക്ക് ഞാൻ നമ്മുടെ ഗ്ലിസറിൻ ആ സെയിം സ്പൂണിൽ തന്നെ ഒരു 4 സ്പൂൺ ഒഴിക്കാം കേട്ടോ. ഗ്ലിസറിൻ
ഒരു മിനിറ്റ്, കാരണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം കേട്ടോ. കാരണം നമ്മൾ അത്ര വലിയ പ്രോഡക്റ്റ് റിവ്യൂ ചെയ്യുന്ന ആളൊന്നും അല്ല. നമ്മൾ ഒരു നിസ്സഹാരപ്പെട്ട ഒരു സാധാ യൂട്യൂബ് ചെയ്തൊരു വ്യക്തിയാണ്. അത് ആ തുടച്ചതിന് ശേഷമേ നമ്മൾ ആ ഒരു 4 സ്പൂൺ എടുക്കാവുള്ളൂ. കാരണം അതിനകത്ത് ആ ജെല്ല് കയറിയിരിക്കും, നമുക്ക് അളവ് തെറ്റിപ്പോവും. ഞാൻ ഇതിൽ നിന്നൊരു 4 സ്പൂൺ എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര പാടുണ്ട് വരാൻ കേട്ടോ. ഇതങ്ങ് ഊരിയിട്ട് എടുക്കാം, അതാണ് നല്ലത്, ചുമ്മാ അടന്ന് എടുക്കണ്ടല്ല. ഒരു 4 സ്പൂൺ അത് നമുക്ക് കറക്റ്റായിട്ട് വരും. ഒരു 4 സ്പൂൺ ഗ്ലിസറിനും കൂടെ അതിനൂടെ ചേർക്കാം. എന്നിട്ട് റോസ് വാട്ടറും ഇതേ കണക്ക്. റോസ് വാട്ടർ ഏത് കമ്പനിയുടെ സാധനം മേടിച്ചാലും മതി, ഇപ്പോൾ ഇത് തന്നെ മേടിക്കണമെന്നില്ല. അതുപോലെ തന്നെ ഒരു 3 സ്പൂൺ റോസ് വാട്ടർ അതിനകത്ത് ഒഴിക്കുക. കൂടുതലങ്ങ് ലിക്വിഡ് പോലെ ആവരുത്. പിന്നെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. റോസ് വാട്ടർ നമ്മുടെ സ്കിന്നൊക്കെ ഏറ്റവും ഗുണം ചെയ്യുന്ന സാധനമാണ്. പിന്നെയാണ് നമുക്ക് പ്രധാനപ്പെട്ട ഒരു സാധനം വേണ്ടത്, നമ്മുടെ ഈ ക്യാപ്സൂൾ. ഇതിൻ്റെ പല കളറിലെ സാധനങ്ങൾ കിട്ടും. ഞാനിപ്പോൾ എനിക്ക് പോയപ്പോൾ കിട്ടിയത് ഇതാണ്. ഞാനിതൊരു 6 എണ്ണം ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. 6 ക്യാപ്സൂൾ, 2, 4, 6 എണ്ണം ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. ഈ ക്യാപ്സൂൾ നമ്മളൊരു കണക്ക് വെച്ചങ്ങ് ഇടുക, അത്രേ ഉള്ളൂ. ശരിക്കും ഇതിൻ്റെ ആ ഒരു തുമ്പ് ഇങ്ങനെ ഇരിക്കും ഈ ക്യാപ്സൂൾ. ഇതിന് വൈറ്റ് കിട്ടും, അങ്ങനെ പല മഞ്ഞ കളറ്. പിന്നെ ഈ കളർ, എനിക്ക് ഈ കളറാണ് കിട്ടിയത്. അപ്പോൾ നമ്മളിത് ഇതിന് ഈ തുമ്പൊന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് പതിയെ ഇതിനകത്തോട്ടങ്ങ് ഒഴിക്കുക. ശരിക്കും സ്കിന്നിന് ഭയങ്കര എഫക്റ്റ് ചെയ്യുന്ന സാധനം കേട്ടോ, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഈ വൈറ്റമിൻ ഇ ക്യാപ്സൂൾ. കാരണം ഞാൻ ഒരു മിനിറ്റ് ഇതൊക്കെ ഒന്ന് ഒഴിച്ചോട്ട്. ഡ്രസ്സിലൊക്കെ വീണിട്ടുണ്ട്. നന്നായി. നമ്മുടെ സോഫയിൽ വീഴാതിരുന്നാൽ മതി. ഒരു മിനിറ്റ്, നമ്മുടെ സോഫയ്ക്കകത്ത് വീഴാതിരുന്നാൽ മതി. എല്ലാം പൊട്ടിച്ചൊഴിച്ചില്ല, എൻ്റെ ഡ്രസ്സിൽ വീണ്, അതെങ്ങനെ ഇരുന്നോട്ടെ. ഇതിങ്ങനെ പൊട്ടിക്കുക, ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുക, ഇങ്ങനെ ഒഴിക്കുക. ഒരു 6 ക്യാപ്സൂൾ എടുത്തിട്ടുണ്ട്. ഇത് നിസ്സാര പൈസ ഉള്ളൂ, വലിയ എമൗണ്ട് ഒന്നും ഇല്ല. ഇതൊന്നും നിസ്സാര പൈസയ്ക്ക് നമുക്ക് മേടിക്കാൻ കിട്ടുന്ന സാധനങ്ങൾ ഇതെല്ലാം. ഇതിലേക്ക് ഇങ്ങനെ ഒഴിക്കുക. ഇത്രയും ഐറ്റംസ് മതി നമുക്ക്. ഇതിൽ കൂടെ വേറെ ഒരു സാധനവും വേണ്ട. എന്നിട്ട് പെതിയെ നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ മിക്സ് ചെയ്യണം. ശരിക്കും ഇതൊരു കട്ടി പോലെയാവും. ആ സമയത്ത് നിറം ഒന്ന് മാറി ഒരു ക്രീമി കളറാവും. ശരിക്കും അത്രയ്ക്ക് ഒരു 10-25 മിനിറ്റ് നമ്മളിത് ഇങ്ങനെ ഇളക്കേണ്ട വരും. ഇങ്ങനെ ഇളക്കേണ്ട വരും. നേരത്തെ ഞാൻ കാണിച്ചപ്പോൾ ഇതെങ്ങനെ ഇരുന്നൊരു വൈറ്റ് കളറിലായിരുന്നു. ഇത് ശരിക്കും ഇപ്പോൾ ഇതൊരു ക്രീമി കളറായി വരും. ശരിക്കും നല്ലോണം ഇതാകുന്ന ഇളക്കട്ടെ. ഇങ്ങനെ ഇളക്കട്ടെ. നോക്ക്, നിങ്ങൾക്ക് തന്നെ കാണാം അത് ക്രീമി കളറാവുന്നത്. ഈ സാധനം ഉണ്ടല്ലോ, നമ്മൾ കുളിക്കാൻ ഇപ്പം നൈറ്റ് യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ഒരു നല്ല മണവും വരും കേട്ടോ. പിന്നെ റോസ് വാട്ടർ വേണമെങ്കിൽ കുറച്ചും കൂടെ ഇച്ചിരി നല്ല മണമുള്ള റോസ് വാട്ടർ ആണെങ്കിൽ ഭയങ്കര സ്മെല്ലാണ് കേട്ടോ. എനിക്ക് അതിൻ്റെ മണം ഭയങ്കര ഇഷ്ടം. എനിക്കെന്തോ ഈ റോസ് വാട്ടറിൻ്റെ മണം അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല. നല്ല മണമുണ്ട് കേട്ടോ. അപ്പം എന്താ പറയുക, ഇതിങ്ങനെ ഒന്ന് ഇളക്കി നമ്മളൊന്ന് ഇതാക്കുക. ഇത് എനിക്ക് എൻ്റെ സിസ്റ്റർ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് കേട്ടോ. പുള്ളിക്കാരി സ്ഥിരം യൂസ് ചെയ്യുന്നത് അത് കണ്ടിട്ടാണ് ഞാനും ഇത് നോക്കിയാൽ നിങ്ങൾ നോക്കിയ ഈ സാധനത്തിൻ്റെ കളറ് മാറിയത്. ശരിക്കും ഒരു ക്രീം പോലെ ആയില്ലേ. എനിക്ക് ഇടത് കൈയാണ് വാക്ക് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതെ, ഓക്കെ. ശരിക്കും ഇതൊക്കെ നമ്മൾ വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളാണ്. നമുക്കിതൊന്നും വലിയ എമൗണ്ട് കൊടുത്ത് മേടിച്ച് യൂസ് ചെയ്യണം. കണ്ട ഒരു ക്രീമി രീതിയായി കണ്ട. ശരിക്കും ഒരു ഇങ്ങനെ ഇവിടുത്തെ ഗ്ലാസ് ജാറിനകത്ത് ഉണ്ടാക്കുന്നതാണ് നല്ല കേട്ടോ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് കട്ടിയാവുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ റോസ് വാട്ടർ ഇതിനകത്തോട്ട് ഒഴിക്കാം.
റോസ് വാട്ടർ കുറച്ചും കൂടെ ഒഴിക്കാം. ഒരു സ്പൂണും കൂടെ ഞാൻ അതിനകത്തോട്ടൊന്ന് ഒഴിക്കട്ടെ. ഈ ഡാബറിൻ്റെയൊക്കെ പിന്നെ റോസ് വാട്ടർ മേടിക്കാൻ കിട്ടും, നല്ലതാണ്. ഞാൻ പണ്ട് ഡാബറിൻ്റെ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഏത് കമ്പനിയുടെ സാധനങ്ങളും മേടിക്കാൻ കേട്ടോ. അല്ല ഇന്ന കമ്പനി വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. നമുക്ക് ഗ്ലിസറിനായാലും എന്തായാലും നമുക്ക് ഏത് കമ്പനി പറ്റുമോ നമ്മളെ കൊണ്ട് പറ്റുന്ന കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ച് യൂസ് ചെയ്യുക. ഇന്നതേ വേണമെന്നുള്ള ഒന്നുമില്ല. പിന്നെ എൻ്റെ ഗ്ലിസറിനും ഇത് രണ്ടും ഈ ഒരു കമ്പനിയുടെയാണ്. ഇത് പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല, ഈ ഒരു കമ്പനിയുടെയാണ് ഞാൻ ഗ്ലിസറിനും റോസ് വാട്ടറും ഒക്കെ മേടിച്ചിരിക്കുന്നത്. അത് രണ്ടും ഒരു സ്ഥലത്ത് നിന്നാണ് മേടിച്ചത്. ഫ്രിഡ്ജിലൊന്നും വെക്കുക വേണ്ട. നമ്മുടെ റൂമിൽ നമ്മുടെ മേക്കപ്പ് സാധനം ഇരിക്കുന്ന അവിടെ തന്നെ വെച്ചാൽ മതി. മാക്സിമം ഇത്ര ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടാകുള്ളൂ, കൂടുതലുണ്ടാക്കി വെക്കരുത്. നമുക്ക് തീരുന്ന അനുസരിച്ച് നമ്മളിത് ഉണ്ടാക്കി യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ എന്താ പറയുക, പ്രത്യേക തരത്തിലെ മണമാണ്. ശരിക്കും റോസ് വാട്ടറൊക്കെ ഇതിന് മുമ്പ് ഞാൻ വീട്ടിലുണ്ടാക്കുമായിരുന്നു കേട്ടോ. ഈസി. അത് ഈ റോസിൻ്റെ പൂ കിട്ടുന്ന സമയം നോക്കിയാൽ റോസ് വാട്ടർ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി പ്യൂറായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ലതാണ്. വേണ്ടേ, ഇത്രയേ ഉള്ളു കാര്യം. വേണ്ടേ, ഇങ്ങനെ വരാളോ നമുക്ക് തൊട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്ന രീതിയിലേ വരാളോ. എന്നിട്ട് ഇത് നമ്മൾ കാരണം നിങ്ങൾക്ക് വേണമെങ്കിൽ കുളിക്കുന്നതിന് മുമ്പോ ഇല്ലെങ്കിൽ കുളിക്കുന്നതിന് 10-15 മിനിറ്റ് മുമ്പ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കഴിഞ്ഞാൽ പോയിട്ട് കുളിക്കുമ്പോൾ അത് വാഷ് ചെയ്ത് കളയാം. നൈറ്റ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഇതിപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഈ സ്പൂണിലുള്ളത് എടുക്കുക. നമ്മളെ ക്രീം യൂസ് ചെയ്യത്തില്ലേ, അതുപോലെ തന്നെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ക്രീമാണ് കേട്ടോ. നമുക്ക് വലിയ എക്സ്പെൻസും ഇല്ല. നമുക്ക് മുഖത്തെ പാടുകളും ചുളിവുകളും ഒക്കെ മാറും. സാധാരണ ലേഡീസ് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു 10-40 വയസ്സ് കഴിഞ്ഞാൽ അവർ ഈ കിച്ചണിലും അവിടെ ഇവിടെയൊക്കെ നിന്ന് ഈ വെയിലടിക്കുകയും ടാനടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഞാൻ എപ്പോൾ പുറത്ത് പോയി വെച്ച് വെയിൽ കൊള്ളേണ്ട ആ സാഹചര്യം വന്ന് തിരിച്ച് വീട്ടിൽ വന്നാൽ ഞാൻ അപ്പം ഇതെടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്ത് ചില സമയത്ത് ഒരു അരമണിക്കൂർ 1 മണിക്കൂറൊക്കെ ഞാൻ ഇട്ടുകൊണ്ട് അങ്ങിരിക്കും. എന്ത് സാധനം എടുത്താലും നമ്മുടെ കഴുത്തിലും കൂടെ യൂസ് ചെയ്യുക. ഒരിക്കലും ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിരിക്കരുത്, കഴുത്തിൽ യൂസ് ചെയ്യുക. ഞാൻ എപ്പോൾ പുറത്ത് പോയി വന്നാലും വെയിൽ കൊള്ളുമെന്നോ എനിക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളിൽ പോയി ചെന്നുണ്ടെങ്കിൽ ഞാനിത് യൂസ് ചെയ്യും. നല്ല കട്ടി കണക്കിന് യൂസ് ചെയ്തിട്ട് പോയി കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കളയും. ശരിക്കും നല്ലൊരു സാധനം കേട്ടോ. ഞാൻ ഇന്ന് വെച്ച് കൂടുതൽ യൂസ് ചെയ്യാമെന്ന് വെച്ചു. കാരണം എൻ്റെ കയ്യിൽ തീർന്നിരുന്നുകൊണ്ട് ഞാനത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ കയ്യിലും കാലിലും എല്ലാം ഇത് യൂസ് ചെയ്യാറുണ്ട് നൈറ്റ് കിടക്കുന്നതിന് മുമ്പ്. നൈറ്റും ഇത് മുഖത്ത് അപ്ലൈ ചെയ്ത് തന്നെയാണ് ഞാൻ കിടന്നുറങ്ങുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്ക്. നല്ലത് തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഒരു ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുന്നില്ല, പെട്ടെന്ന് നമ്മുടെ ഫേസിൽ ഇത് ചേർന്ന് പോകും. അല്ലാതെ ഇതിൻ്റെ വ്ളോഗ് തന്നെ എനിക്ക് കറക്റ്റ് കാര്യം. ഇതൊക്കെ ചെയ്യുന്ന കുറേ പിള്ളേരുണ്ട്. പക്ഷെ നമ്മളൊക്കെ സാധാരണ ആൾക്കാർ, നമ്മളിതൊന്നും പഠിച്ചിട്ടും എഴുതിയിട്ടും അല്ലല്ലോ ചെയ്യുന്നത്. ഇതാണ് ഒരു 10 മിനിറ്റ് എഴുതുന്ന നമ്മുടെ ഫേസിൽ ഇത് കാണത്തില്ല. നൈറ്റ് കിടക്കുമ്പോഴും നമുക്ക് എത്രത്തോളം ലൈറ്റ് നമുക്ക് എത്രത്തോളം നല്ല രീതിയിൽ വേണം ആ രീതിയിൽ തേച്ചിട്ട് കിടന്നങ്ങ് ഉറങ്ങുക. ബാക്കിയുള്ളത് ഞാൻ കയ്യിലൊക്കെ അങ്ങ് പുരട്ടും. ഇത് കൈ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ കയ്യിലെല്ലാം പുരട്ടും ഈ സാധനമുള്ള സത്യം പറയാമല്ല. എനിക്കെന്തോ ഇത് ഭയങ്കര ഇഷ്ടമായി പോയി. കാരണം ഞാൻ കുറേ ക്രീമും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. പക്ഷേ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തൊരു സാധനമാണ്. അതിന് എൻ്റെ സിസ്റ്ററോട് ഞാൻ നന്ദി പറയുന്നു. നല്ല ഒരു പിന്നെ എല്ലാവരും പറയും താഴോട്ടും കീഴോട്ടൊക്കെ തുടക്കി തേക്കണം എന്നൊക്കെ പറയും. പക്ഷേ എനിക്കതൊന്നും അറിയില്ല കേട്ടോ. എനിക്കിങ്ങനെയൊക്കെ അറിയാവുള്ളൂ. എൻ്റെ മുഖത്ത് കുറേ പാച്ചസ് ഉണ്ടായിരുന്നു. കുറേ അങ്ങും ഇഞ്ഞും കുറേ കുരുക്കളും അത് ഇതെല്ലാം ഇവിടെ ഭയങ്കരമായിട്ട് ഈ 2 സൈഡിലൊക്കെ ഭയങ്കര ടാൻ അടിക്കുമായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം എൻ്റെ ഫേസിൽ അങ്ങനെ ഒന്നുമില്ലാന്ന്. അങ്ങനെ മേക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇളവി വരും. ഇതിനകത്തെങ്ങും ഒരു മേക്കപ്പില്ല, നിങ്ങൾക്ക് കാണാം. ഒരു മേക്കപ്പും ഞാൻ ഫൗണ്ടേഷനോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്യാത്ത അന്ന് കാണിച്ചു തന്ന അന്നത്തെ ആ ക്രീമും കാര്യങ്ങളും അല്ലാതെ വേറെ ഓരോ ഐറ്റംസ് ഞാൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ നൈറ്റ് റൊട്ടീനുള്ള ക്രീം. ഇത് നൈറ്റ് മാത്രമല്ല, നമുക്ക് കുളിക്കുന്നതിന് മുമ്പ് ഒരു 10-15 മിനിറ്റ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിടാം. അതുപോലെ നൈറ്റ് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വെയിൽ കൊണ്ടുവന്ന് കയറുകയാണെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് യൂസ് ചെയ്യാറ്.
ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് ഒരു 10-15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റോ നിങ്ങൾക്ക് അത് കുറച്ച് സമയം കഴിഞ്ഞ് കഴുകിയാലും ഒരു കുഴപ്പമില്ല. നമ്മുടെ മുഖത്ത് നല്ലോണം, കാരണം അത് നാച്ചുറൽ സാധനങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഈ ഗ്ലിസറിൻ ഉണ്ട്, പിന്നെ ആ ഒരു വൈറ്റമിൻ ഇ ഗുളികയുണ്ട്, പിന്നെ ബാക്കി നമുക്ക് എല്ലാവർക്കും അറിയാം അലോവേര ജെല്ലാണ്. അതിൻ്റെ വൈറ്റ് മേടിക്കുള്ളൂ, പിന്നെ പച്ച മേടിക്കരുത്. വൈറ്റ് തന്നെയാണ് നമ്മുടെ സ്കിന്നിന് ഭയങ്കര സൂട്ടാവുന്നത്. പിന്നെ വൈറ്റമിൻ ഇ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നിന് ബെറ്റർ സാധനം തന്നെയാണ്. അത് മറക്കാതെ മേടിച്ച് അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. അന്നേരം ഇനി വേറെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണമെങ്കിൽ എന്നോട് പറയാം. ഞാനത് യൂസ് ചെയ്തതിന് ശേഷം ഞാൻ ഏതൊരു പ്രോഡക്റ്റിൻ്റെയും റിവ്യൂ പറയത്തുള്ളൂ. ഇത് ഞാൻ എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ട് ഞാനിത് ഒരു 1-2-3 മാസം യൂസ് ചെയ്ത് എൻ്റെ ഫേസിൽ ഇങ്ങനെ ഒരു ഗുണം ഉണ്ടായതിന് ശേഷമാണ് ഞാനിപ്പോൾ നിങ്ങളോട് ഇത് പറയുന്നത്. കാരണം അന്ന് പറഞ്ഞ് ഞാൻ പറയുന്നത് കുറച്ച് ദിവസം കൂടെ ഞാൻ യൂസ് ചെയ്ത് നോക്കട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഇത് പറയാൻ ഇത്രയും ലേറ്റ് ആയത്. പിന്നെ ആ ക്രീം ഞാൻ അതേ 3-4 ഞാനൊരു 6 മന്തായിട്ട് മറ്റേ ക്രീമെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്. ശരിക്കും നല്ല ക്രീമാണ്, എനിക്ക് ഭയങ്കര എഫക്റ്റ് ചെയ്ത സാധനം തന്നെയാണ്. ഇതെല്ലാം നമ്മുടെ പൈസ കൊടുത്ത് മേടിക്കുക, അല്ലാതെ ഇതൊരു കൊളാവായിട്ടൊന്നും ഒരിക്കലും കാണരുത്. ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞിരുന്നതിന് യാതൊരു മടിയില്ല. ഈവൻ പെർഫ്യൂം ആയാലും എന്ത് സാധനങ്ങളായാലും എനിക്ക് നിങ്ങളോട് പറഞ്ഞു തരുന്നതിന് ഒരു മടിയില്ല. കാരണം എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളായിരിക്കും. എന്തിനാണ് ഞാൻ മടിക്കുന്നത്? ഇതിലെങ്ങും ഒരു രഹസ്യ സാധനങ്ങളും ഞാൻ ചേർക്കില്ല. ഇത്രയും സാധനങ്ങൾ തന്നെയാണ്. ഇതിപ്പോൾ നമ്മുടെ മുഖത്ത് നമ്മളിപ്പോൾ ഇച്ചിരി ഫാൻ കൂട്ടിയിട്ട് പെട്ടെന്ന് നമ്മുടെ മുഖത്ത് ഇതാവും. പിന്നെ നമുക്കൊരു 10-15 മിനിറ്റ് ഫേസ് പോയി കഴുകിയിട്ട് നമ്മൾ വേണമെങ്കിൽ സിറമോ ആന്ന് ഞാൻ കാണിച്ചത് അതിൻ്റെ സിറമോ എന്ത് വേണമെങ്കിലും നമുക്ക് സൺസ്കൂപ്പിൻ്റെ സിറാണല്ലോ, അതെന്തെങ്കിലും വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. ഒരലർജിയോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല നമുക്ക്. എനിക്കൊരു അലർജിയും വന്നില്ല. സാധാരണ എപ്പോഴും ഒരു അലർജി ഉള്ളൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഇങ്ങനത്തൊക്കെ യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ ഫേസിന് ടാനില്ല, അങ്ങുഞ്ഞും എപ്പോഴും ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മെഡിസിൻ കഴിച്ചാൽ അപ്പം എൻ്റെ മുഖം ഫേസ് പെട്ടെന്ന് ഡാർക്ക് ആവുമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂസേ ഇല്ല ഈ ഒരു സാധനമൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം. എപ്പോഴും അങ്ങനെ നമ്മളൊരു 40 കഴിഞ്ഞ് നമ്മുടെ അതിനൊക്കെ മുമ്പുള്ള കാലം ചെയ്ത് ഞാൻ അങ്ങനെ പണ്ടും ലിപ്സ്റ്റിക്ക് എത്ര ആയാലും യൂസ് ചെയ്യും. പക്ഷേ ഈ ക്രീമും കാര്യങ്ങളും സ്ഥിരം അങ്ങനെ ഇന്ന കമ്പനിയുടെ ബോഡി വാഷൊക്കെ ഞാൻ അന്ന് പറഞ്ഞ തന്നെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഇങ്ങനെ പിന്നെ ഫേസിൽ അങ്ങനെ അധികം ക്രീം യൂസ് ചെയ്ത് ഇതാക്കുന്ന വ്യക്തിയാണ്. അതിനനുസരിച്ച് എൻ്റെ ഫേസിൽ ഒത്തിരി ഡാമേജും ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളൊരു 40-42 വയസ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്ന് തന്നെ സൂക്ഷിക്കുക. എന്ന് വെച്ചാൽ അങ്ങ് എന്താ പറയുക, നമുക്കൊന്നും അത്ര വലിയ പൈസ ഇല്ലാത്ത ആൾക്കാർ, നമുക്കിതൊക്കെ വലിച്ചു പിടിച്ച് കെട്ടി വെക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമുക്കൊക്കെ നമ്മൾ സാധാരണപ്പെട്ട ആൾക്കാരാണ്. അതിൽ ഇങ്ങനെയുള്ള കൊച്ചു റെമഡീസ് തന്നാലും നമുക്കത് പ്രയോജനപ്പെടും. നമ്മുടെ സ്കിന്നിനും അത് സൂട്ടാവും. കൂടുതൽ കെമിക്കലൊക്കെ വെച്ച് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അതൊന്നും സൂട്ടായി പോകത്തില്ല. അവർക്ക് പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളെ പറ്റത്തുള്ളൂ. നമ്മുടെയൊക്കെ സ്കിൻ ഇപ്പോൾ എന്നെ പോലുള്ള സ്ത്രീകളുടെ സ്കിന്നാണെങ്കിൽ കെമിക്കലൊന്നും യൂസ് ചെയ്യാത്തൊരു സ്കിന്നാണെങ്കിൽ ഓക്കെ, അത് ഇപ്പം നിങ്ങൾക്കറിയാം. ഇപ്പോൾ നമുക്ക് സ്ത്രീകൾക്ക് എപ്പോഴായാലും 40 വയസ്സ് കഴിഞ്ഞ് മുഖത്ത് ഫേസിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു ചൊറിയ ചുള്ളു, അതൊക്കെ അത് എൻ്റെ ഫേസിൽ വന്നു തുടങ്ങി. അതൊന്നും അത്ര വലിയ പ്രായം കൂടുന്ന കുറയ്ക്കാനുള്ള കാര്യം, അതൊക്കെ മനുഷ്യരാണ്, ഇതൊക്കെ വരും. പിന്നെ കുറച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ കൂടാൻ നമുക്ക് ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും, അത്രേ ഉള്ളൂ. അല്ലാപ്പുറത്ത് വേറെ ഒരു കാര്യങ്ങളും ഇല്ല കേട്ടോ. അന്നേരം ഇതാണ് എൻ്റെ ക്രീമും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിൽ ഹസ്ബൻഡിനോ കുട്ടികൾക്ക് കൊടുക്കണ്ട, ഹസ്ബൻഡിനോ പിന്നെ ഒരു 18 വയസ്സ് കഴിഞ്ഞ മക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുത്തു നോക്കുക, അവർക്ക് നല്ലതായിരിക്കും. അതേ കണക്ക് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒരുപോലെ നല്ലൊരു സാധനം തന്നെ കേട്ടോ. അധികം പൈസയും ചിലവില്ല. പിന്നെ നമ്മുടെ ഗ്ലാസ് സ്കിന്നിന് വേണ്ടിയിട്ട് ഓടി നടന്ന് പല പ്രോഡക്റ്റ് മേടിച്ച് നമ്മുടെ ഫേസ് അഴുക്കാക്കുകയും വേണ്ട. ഇതെല്ലാം നല്ല സാധനങ്ങളാണ്. പിന്നെ അലോവേര ജെല്ലായാലും റോസ് വാട്ടർ ആയാലും ഗ്ലിസറിനായാലും എല്ലാം നല്ല കമ്പനി സാധനങ്ങൾ നോക്കിയെടുക്കും. ഇപ്പം ഞാൻ യൂസ് ചെയ്യണം, നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് പിടിച്ച കാര്യം ഏതൊരു പിന്നെ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നാലും സൂപ്പർ മാർക്കറ്റിൽ ചെന്നാലും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്യൂട്ടീഷ്യൻ സാധനങ്ങൾ വിൽക്കുന്ന കടയിൽ ചെന്നാലും നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കമ്പനിയുടെ സാധനങ്ങൾ മേടിച്ചിട്ട് നിങ്ങളിതിങ്ങനെ ചെയ്യുക, അത്രേ ഉള്ളൂ. കാരണം ഇപ്പം ഞാൻ ആദ്യം ചെയ്ത എൻ്റെ സിസ്റ്റർ മേടിച്ച കമ്പനിയുടെ സാധനങ്ങൾ തന്നെയാണ് ഞാൻ എല്ലാം യൂസ് ചെയ്തത്. പിന്നെ ആ സാധനം പിന്നെ ഞാൻ മേടിച്ചു, എനിക്ക് പറ്റുന്ന എഫേർട്ടിനുള്ള സാധനം, എൻ്റെ പൈസയ്ക്ക് പറ്റിയ എമൗണ്ടിലുള്ള സാധനം ഞാൻ മേടിച്ചു. അതാണ് ഇപ്പം ഞാൻ യൂസ് ചെയ്ത് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. അപ്പോൾ അതിൻ്റെ ഗുണവും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്ക് ഒരിപ്പം തന്നെ അതങ്ങ് ഒരുപാട് ഫേസിലൊക്കെ നല്ല രീതിയിൽ ഇതായി കേട്ടോ. നമുക്കൊരു ഇത് കഴിഞ്ഞൊരു 10-15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വാഷ് ചെയ്യാം. ഞാനങ്ങനെ വാഷ് ചെയ്യാറില്ല, ഇങ്ങനെ തന്നെ ഇട്ടേക്കും, വാഷ് ചെയ്യാറില്ല. തോന്നുവാണെങ്കിൽ പോയി വാഷ് ചെയ്ത് കളയും. പിന്നെ ഇല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ രാവിലെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ ഒരു 10-11 മണിയാകുമ്പോൾ ഫേസ് വാഷ് ചെയ്തിട്ട് കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്ത് ഇത് മുഖത്ത് അപ്ലൈ ചെയ്തിട്ടിരിക്കും. പിന്നെ പോയി കുളിക്കുമ്പോൾ അങ്ങ് പോകും. അതായത് നമ്മുടെ സ്കിന്ന് നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ രീതിയിലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല വലിയ സ്കിൻ ഡോക്ടറെ അടുത്ത് പോയി നമ്മുടെ എമൗണ്ട് കാണാൻ അങ്ങനെ കുറേ പൈസ ഞാൻ ഇതിനൊക്കെ മേടിച്ച്
ഇങ്ങനെ ഇതാക്കിയിട്ട് പല പ്രശ്നങ്ങളുണ്ടായി ഞാൻ പല ഡോക്ടർമാർക്കും പോയി കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഇതാക്കിയത്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്ക്, ഗുണം കിട്ടുമെന്ന് തന്നെ പറയാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും ഓക്കെ ബൈ ബൈ ടാറ്റാ. നോക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഫേസിൽ, ഒരു നല്ല ലുക്കൊക്കെ കിട്ടുന്നില്ലേ? എന്നിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കി യൂസ് ചെയ്യുക. നിങ്ങളുടെ സ്കിന്നിന് ഫസ്റ്റ് ഇത് സൂട്ട് ആവുന്നുണ്ടും കൂടെ നോക്കണം കേട്ടോ. ഇപ്പോൾ സൈന്ധവി പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് മേടിച്ച് അങ്ങ് യൂസ് ചെയ്യാൻ നിൽക്കരുത്. ആദ്യം നിങ്ങളൊരു നിങ്ങളുടെ കയ്യിൽ ദേഹത്ത് എവിടെയെങ്കിലും ഒന്ന് കുറച്ച് തേച്ച് നോക്കുക. തേച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് അലർജിയൊന്നും ഇല്ലയെന്ന് കണ്ടതിന് ശേഷം യൂസ് ചെയ്യുക. പിന്നെ ഈ അലോവേര ജെൽ എല്ലാവർക്കും പിടിക്കണമെന്നൊന്നും ഇല്ല. ചില ആൾക്കാർക്ക് അലോവേര ജെല്ല് ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്, നമുക്ക് വൈറ്റമിൻ ഇ അങ്ങനെയൊക്കെ കുറേ സ്കിന്നിന് ഏറ്റവും ബെറ്റർ സാധനമാണ് വൈറ്റമിൻ ഇ. അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ സ്കിന്ന് വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഗുണം ചെയ്തൊരു സാധനം തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നോക്ക്. അപ്പോൾ ഇന്നത്തേക്ക് ഇതേ ഉള്ളൂ വീഡിയോ. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഓടി വരാം. ഓക്കെ ബൈ ബൈ ടാറ്റാ.